വിമർശിക്കാനുമില്ല, ആരുടെയും പേഴ്സണൽ അഭിപ്രായങ്ങളെ ടോർച്ചർ ചെയ്യാനുമില്ല, വിമർശിക്കാനുള്ള ഒന്നുമില്ല. എനിക്ക് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിൽ നിന്ന് കിട്ടിയ അനുഭവം ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ചത് BBA പഠനം എൻ്റെത് എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ജില്ല മലപ്പുറമായിരുന്നു. മലപ്പുറം, നിലമ്പൂർ, എടവണ്ണ, മണിമൂളി, അതുപോലെ തന്നെ മഞ്ചേരി, ഈ 4 സെക്ഷനിലാണ് എൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ചിലപ്പോൾ വെളുപ്പിനെ വരും, ചിലപ്പം 3 മണി, ചിലപ്പോൾ 12 മണി, ഈ ടൈമൊക്കെയാണ്. അപ്പോൾ ഈ ലോഡിങ്ങിന് നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഈ ലോഡിങ്ങിന് നിൽക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട്. അന്ന് നമ്മളൊക്കെ കാണുന്ന എന്നും അവർ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരാണ് ലോഡിങ്ങിന് നിൽക്കുന്ന ചേട്ടന്മാർ നമ്മളോട് ചോദിക്കും, എൻ്റെ മക്കൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല എന്ന്. അപ്പം ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവര് എപ്പോൾ നമ്മളെ കണ്ടാലും ശരി, അവരുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും ഓട്ടോയോ വണ്ടിയോ എന്തെങ്കിലും വിളിച്ച് നമ്മളെ തിരിച്ച് നമ്മൾ എവിടെയാണോ അക്കോമഡേഷൻ അവിടെ കൊണ്ടുപോയി വിടും. വിട്ടതിന് ശേഷം നമ്മൾ ഇറക്കുന്നതിനെക്കാട്ടും മുന്നേ പുള്ളിക്കാരനെ വിളിച്ചിട്ട്, നമ്മളെ വിട്ട ആളെ വിളിച്ചിട്ട് അവർ ചോദിക്കും പിള്ളേർ സേഫായിട്ട് എത്തിയോന്ന്. അത് എൻ്റെ നാട് ആലപ്പുഴയാണ്. എൻ്റെ നാട്ടിൽ കിട്ടാത്ത പോലും ഒരു ടേക്ക് കെയറിങ്, പാമ്പറിങ് എനിക്ക് ഇവിടുന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറം എനിക്ക് എന്നും ഉയരായിരിക്കും. അവിടുത്തെ ആളുകളും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയും സ്നേഹമുള്ള, അത്രയും പ്രത്യേകിച്ചും ഗേൾസിനെ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റിൽ കാണുന്ന ഒരു ജില്ല, അതിന്റെ റെസ്പെക്റ്റിൽ എടുക്കുന്ന ഒരു ആൾക്കാര്, അവരോട് മോശമായിട്ട് നിന്നാൽ അവരും തിരിച്ചു മോശമായിട്ട് നിൽക്കും. അതേസമയം നല്ല രീതിക്ക് നിന്നാൽ ചങ്ക് പറിച്ചിരുന്ന കൂട്ടരാണ്. അത്രയാണ് എന്നിൽ കാണുന്ന എൻ്റെ മലപ്പുറം. അത്രേ എനിക്ക് പറയാനുള്ളൂ.